ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നമ്മളെ സംരക്ഷിക്കുകയും നമ്മുടെ സുഖത്തിനും ദുഃഖത്തിനും പങ്കുചേർന്ന് സ്നേഹം പ്രകടിപ്പിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും വില കൽപ്പിക്കുകയും ചെയ്യും. നാം പരസ്പരം മനസ്സിലാക്കി ആത്മാർത്ഥതയോടുകൂടി സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷിക്കുവാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും കഴിയുന്നത്. നമ്മൾ സ്നേഹിക്കേണ്ടത് ഒത്തിരി കാര്യങ്ങൾക്കിടയിലും നമ്മളെ ഓർക്കാൻ സമയമുള്ളവരെയാണ്. അവർക്ക് വേണ്ടിയാവണം നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. അല്ലാതെ കുറേ കാര്യങ്ങൾക്കിടയിൽ നമ്മളെ മറന്നു പോകുന്നവരെയല്ല. നമ്മെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർ എത്ര തിരക്കുള്ളവരാണെങ്കിലും നമ്മോട് സംസാരിക്കുവാൻ അവർ സമയം കണ്ടെത്തും. ഇവിടെ സമയത്തേക്കാൾ പ്രാധാന്യം മനസ്സിനാണ്. മനസ്സുണ്ടെങ്കിൽ സമയം കിട്ടുക തന്നെ ചെയ്യും. ഇവർക്ക് നമ്മോട് ആത്മബന്ധം ഉണ്ടെന്നും മനസ്സിലാക്കുക. അതേസമയം നമ്മോട് ആത്മബന്ധമില്ലാത്തവർ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തി നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യും. നമ്മളെ സ്നേഹിക്കുന്നവരെ ആകണം നമ്മൾ സ്നേഹിക്കേണ്ടതും. നമുക്കൊരു ദുഃഖം വരുമ്പോൾ പറയുന്നത് കേൾക്കുകയും ആത്മധൈര്യം നൽകി കൂടെ നിൽക്കുവാനും ഒരാളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹം തന്നെയാണ്. നാം യഥാർത്ഥത്തിൽ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ നാം മിക്കവാറും എല്ലാ സമയവും ഓർക്കും. സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നതും ഒരു ഭാഗ്യമാണ്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ഒരാളെ ഉപേക്ഷിച്ചു പോകാൻ കഴിയുകയില്ല. യഥാർത്ഥ സ്നേഹം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. സ്നേഹിക്കുന്നവർ നമ്മളെ വേദനിപ്പിക്കുകയോ പറ്റിക്കുകയോ ചെയ്യാറില്ല. അങ്ങനെയായാൽ വിശ്വാസം നഷ്ടപ്പെട്ട് സ്നേഹബന്ധം തകർന്നു പോവുകയും ചെയ്യും. നാം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് നമ്മളൊരു അധികപ്പറ്റും ആവുകയില്ല. നമ്മളെ വേണ്ടാത്തവരെ ഓർത്ത് നാം സങ്കടപ്പെടരുത്. ചോദിച്ചു വാങ്ങുന്ന സ്നേഹം ഒരിക്കലും നിലനിൽക്കുന്നതല്ല. നമ്മളെ സ്നേഹിക്കുവാനും പരിഗണിക്കുവാനും നമ്മോളം വരില്ല ആരും. നമ്മെ നാം സ്വയം സ്നേഹിക്കണം. ചിലർ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിക്കും. അതും യഥാർത്ഥ സ്നേഹമല്ല. പണത്തിൻ്റെ വരവ് കുറയുമ്പോൾ സ്നേഹവും കുറയും. സ്നേഹം കിട്ടുന്നവർക്ക് വിലയില്ലെങ്കിലും ആഗ്രഹിക്കുന്നവർക്ക് കിട്ടാത്തതുമായ ഒന്നാണ് സ്നേഹം. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിക്കണമെന്നില്ല. അവർ സ്നേഹിക്കുന്നത് മറ്റ് ആരെങ്കിലും ആകും. നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവ് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും. നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നമ്മളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ എന്നും നമ്മളോടൊപ്പം ഉണ്ടാകും. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നമോ വന്നാൽ ഇവർ അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയും വേണ്ട സഹായം ചെയ്യുകയും ചെയ്യും. ചിലർ ആവശ്യമുള്ളപ്പോൾ മാത്രം അടുപ്പവും സ്നേഹവും കാണിക്കുകയും അത് കഴിഞ്ഞ് പരിചയഭാവം പോലും കാണിക്കാറുമില്ല. ഇത്തരം സ്നേഹം നടിക്കുന്നവരെ തിരിച്ചറിയുമ്പോൾ അകറ്റി നിർത്തുന്നതാണ് നല്ലത്. നാം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നമ്മെ ഒഴിവാക്കണമെങ്കിൽ അവർ നമ്മോട് കള്ളം പറയുകയും തിരക്കുകൾ പറഞ്ഞു നമ്മെ അവഗണിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ആത്മാർത്ഥമായി നാം സ്നേഹിക്കുന്നവരിൽ നിന്ന് പെട്ടെന്നുള്ള ഈ മാറ്റം നമ്മെ വേദനിപ്പിക്കും. പക്ഷേ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അമിതമായി ഒരാളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് നാം ഒരു പരിധിയിൽ കൂടുതൽ ആരെയും വിശ്വസിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യരുത്.